തേടി വന്നോ ദോഷിയാമെന്നെയും എന്നെയും നാഥ തേടി വന്നോ ദോഷിയാമെന്നെയും എന്നെയും നാഥ ഇത്രമാം സ്നേഹം ഉയിർ കൊടുത്തെനിക്കായി ഇത്രമാം സ്നേഹം ഉയിർ കൊടുത്തെനിക്കായി മന്നവ വർണ്ണിപ്പാനെഴുതല്ല എനിക്ക് മന്നവ വർണ്ണിപ്പാനെഴുതല്ല എനിക്ക് തേടി വന്നോ ദോഷിയാമെന്നെയും എന്നെയും നാഥ തേടി വന്നോ ദോഷിയാമെന്നെയും എന്നെയും നാഥ. ശോണീതലേ ക്ഷീണം ഭവിച്ചിടാതെന്നെയും നാഥ ശോണീതലേ ക്ഷീണം ഭവിച്ചിടാതെന്നെയും നാഥ ആണിപ്പഴുതുള്ള പാണികളാലെന്നെ ആണിപ്പഴുതുള്ള പാണികളാലെന്നെ വീണിച്ചനും ഗ്രഹിച്ചിടുക നിത്യം വീണിച്ചനും ഗ്രഹിച്ചിടുക നിത്യം തേടി വന്നോ ദോഷിയാമെന്നെയും എന്നെയും നാഥ. നിർത്തിയിടുക കളങ്കമറ്റേശുവേ കറയില്ലാതെന്നെ നിർത്തിയിടുക കളങ്കമറ്റേശുവേ കറയില്ലാതെന്നെ പളുങ്കുകടൽ തീര ഇരുന്നു ഞാനെൻ്റെ പളുങ്കുകടൽ തീര ഇരുന്നു ഞാനെൻ്റെ മധുരഗാന രഥം മതിലേറി ഗമിപ്പാൻ മധുരഗാന രഥം മതിലേറി ഗമിപ്പാൻ തേടി വന്നോ ദോഷിയാമെന്നെയും എന്നെയും നാഥ തേടി വന്നോ ദോഷിയാമെന്നെയും എന്നെയും നാഥ ഇത്രമാം സ്നേഹം ഉയിർ കൊടുത്തെനിക്കായി ഇത്രമാം സ്നേഹം ഉയിർ കൊടുത്തെനിക്കായി മന്നവ വർണ്ണിപ്പാനെഴുതല്ല എനിക്ക് മന്നവ വർണ്ണിപ്പാനെഴുതല്ല എനിക്ക് തേടി വന്നോ ദോഷിയാമെന്നെയും എന്നെയും നാഥ തേടി വന്നോ ദോഷിയാമെന്നെയും എന്നെയും നാഥ.
15-ാം സങ്കീർത്തനം വായിക്കുന്നു. യഹോവേ, നിന്റെ കൂടാരത്തിൽ ആർ പാർക്കും? നിന്റെ വിശുദ്ധ പർവ്വതത്തിൽ ആർ വസിക്കും? നിഷ്കളങ്കനായി നടന്ന് നീതി പ്രവർത്തിക്കുകയും ഹൃദയപൂർവ്വം സത്യം സംസാരിക്കുകയും ചെയ്യുന്നവൻ, നാവുകൊണ്ട് കുറള പറയാതെയും തൻ്റെ കൂട്ടുകാരനോട് ദോഷം ചെയ്യാതെയും ഇരിക്കുന്നവൻ, അപമാനം വരുത്താതെയും ഇരിക്കുന്നവൻ, വഷളനെ നിന്ദിനായി എണ്ണുകയും യഹോവഭക്തന്മാരെ ബഹുമാനിക്കുകയും ചെയ്യുന്നവൻ, സത്യം ചെയ്തിട്ടും ഛേദം വന്നാലും മാറാത്തവൻ, തൻ്റെ ദ്രവ്യം പലിശയ്ക്ക് കൊടുക്കാതെയും കുറ്റമില്ലാത്തവന് വിരോധമായി കൈക്കൂലി വാങ്ങാതെയും ഇരിക്കുന്നവൻ, ഇങ്ങനെ ചെയ്യുന്നവൻ ഒരു നാളും കുലുങ്ങിപ്പോകുകയില്ല. പ്രൈസ് ദി ലോർഡ്. ദൈവം ഈ തിരുവചന ഭാഗങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, ദൈവത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ ഞങ്ങളുടെ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തിനായ സ്തോത്രം. കഴിഞ്ഞ രാത്രിയിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം വിശ്വസ്തതയും ഞങ്ങൾക്ക് അനുഭവിപ്പാൻ ദൈവം ഭാഗ്യം നൽകി തന്നല്ലോ. ഞങ്ങളുടെ സമശിഷ്ടങ്ങൾ എത്രയും പേർ ലോകത്തു നിന്ന് മാറ്റപ്പെട്ടു പോയപ്പോൾ, എത്ര പേർ മരണം വഴി ലോകത്തു നിന്ന് മാറ്റപ്പെട്ടു പോയപ്പോൾ, ദൈവമേ, ഞങ്ങളോട് കാണിച്ച നിന്റെ സ്നേഹത്തിനും നിന്റെ വിശ്വസ്തതയ്ക്കുമായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഞങ്ങളെക്കാൾ പ്രായം കുറഞ്ഞവർ, കൂടിയവർ, ഞങ്ങളെക്കാൾ ശ്രേഷ്ഠന്മാർ എത്രയും പേർ ലോകത്തു നിന്ന് മാറ്റപ്പെട്ടു പോയി പിതാവേ. ഞങ്ങളോട് കാണിച്ച നിന്റെ സ്നേഹത്തിനും നിന്റെ വിശ്വസ്തതയ്ക്കും ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവേ. സ്തോത്രം. ഇന്ന് പകലിൽ ജീവിപ്പാൻ ആവശ്യമായ എല്ലാ സ്വർഗത്തിലെ കൃപകളും ദൈവം ഞങ്ങളുടെ മേൽ പകർന്നു തരണമെന്ന് ഞങ്ങളോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ആപത്തിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നും ഞങ്ങളെ വിടുവിക്കണമേ. ഈ പ്രഭാതത്തിൽ തൃക്കരത്തിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെയും ഞങ്ങൾക്കുള്ളതിനെയൊക്കെ ദൈവം കാത്തു പരിപാലിക്കണമെന്നവിടെ പ്രാർത്ഥിക്കുന്നു. ഒന്നിനും കേട് സംഭവിക്കാതെ വണ്ണം, ഒന്നിനും നഷ്ടം സംഭവിക്കാതെ വണ്ണം ദൈവമേ, കൺമണി പോലെ ഞങ്ങളെല്ലാവരെയും കാത്തു പരിപാലിക്കണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു. ഈ പകലിൽ ഞങ്ങളുടെ ജീവിതത്തിൽ നൽകി തന്നത് തിരുനാമ മഹത്വത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തുവാനും ദൈവമേ സഹായിക്കണം എന്ന് കർത്താവിനോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ബന്ധുമിത്രാദികൾക്കായ സ്തോത്രം, ഞങ്ങളുടെ സഹോദരി സഹോദരന്മാർ കുഞ്ഞുങ്ങൾക്കായ സ്തോത്രം, ഞങ്ങളുടെ സ്നേഹിതർക്കായ സ്തോത്രം. എല്ലാവരെയും ദൈവം ധാരാളം ധാരാളം അനുഗ്രഹിക്കണമേ. ഇന്ന് പകലിൽ അവരുടെ ജീവിതത്തിൽ ആവശ്യമായ എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും സ്വർഗത്തിലെ ദൈവം ദാനം കൊടുക്കണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു. എല്ലാ ക്ലേശങ്ങളിൽ നിന്ന് വിടുവിക്കണമേ. അപകടങ്ങളിൽ നിന്ന്, അനർത്ഥങ്ങളിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. ദുർമരണങ്ങളിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമെന്നങ്ങോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ ദേശത്തിനായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ പാർക്കുന്ന ദേശത്തെ ദൈവത്തിൻ്റെ കരത്തിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകലിൽ കർത്താവ് ഞങ്ങളുടെ ദേശത്തോട് മനസ്സിലവ് കാണിക്കണമേ. അനിഷ്ട സംഭവങ്ങളിൽ നിന്ന് വിടുവിക്കണമേ. വാഹന അപകടങ്ങളിൽ നിന്ന് വിടുവിക്കണമേ. ദുർമരണങ്ങളിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ പാർക്കുന്ന ഭവനത്തിൻ്റെ അയൽഭവനങ്ങൾക്കായ സ്തോത്രം. അയൽഭവനങ്ങളെല്ലാം ദൈവം സൂക്ഷിക്കണമേ. ആരിലും ഒരാപത്തോ അനർത്ഥങ്ങളോ സംഭവിക്കാൻ അനുവദിക്കാതെ വണ്ണം ദൈവം എല്ലാവരെയും കാത്തു പരിപാലിക്കണമേ. അയൽഭവനങ്ങളിൽ രോഗികളായി ഭാരപ്പെടുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട് കർത്താവേ. അവരുടെ മേൽ ദൈവത്തിൻ്റെ സാന്നിധ്യം കൃപ കൂടെ ഇരിക്കണം. അവർക്ക് സൗഖ്യം ദൈവം പകർന്നു കൊടുക്കണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾ അറിഞ്ഞും അറിയാതെയും രോഗികളായി ഭാരപ്പെടുന്ന അനേക വ്യക്തികളുണ്ട് കർത്താവെ. ഈ പ്രഭാതത്തിൽ കർത്താവെ, അങ്ങനെ രോഗികളായി ഭാരപ്പെടുന്ന കർത്താവ്, വർഷങ്ങളായ രോഗികളായി ഭാരപ്പെടുന്ന ആ പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ മുറിഞ്ഞ കരത്തിലേക്ക് സമർപ്പിക്കുന്നു. എൻ്റെ പിതാവേ, ഇന്ന് പകൽ അവരുടെ മേൽ സൗഖ്യത്തിൻ്റെ കരം വെക്കണമെന്ന് അവിടെ പ്രാർത്ഥിക്കുന്നു. അവർക്കൊരു വിടുതലാക്കി കൊടുക്കണമേ കർത്താവ്. അവർക്ക് സൗഖ്യം ദൈവം കൊടുക്കണമെന്ന് അവിടെ പ്രാർത്ഥിക്കുന്നു കർത്താവ്. രോഗത്താൽ ഭാരപ്പെടുന്ന, വലയുന്ന, നിരാശയോടെ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ദൈവം ഈ പ്രഭാതയാമത്തിൽ കർത്താവ് സൗഖ്യമാക്കണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു. ഇതൊരു വിടുതലായി അവർക്ക് തീർക്കണമേ എന്ന് കർത്താവിനോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവ്. അങ്ങനെ പലവിധമായ പ്രശ്നത്തിലൂടെ കടന്നു പോകുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട് കർത്താവ്. അവർക്കൊക്കെ പ്രശ്നത്തിന് പരിഹാരം ദൈവം നൽകണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു കർത്താവ്.
വിശേഷാൽ കർത്താവെ, ഞങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി ഞങ്ങൾ കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു. കർത്താവ് വഷളത്വം നിറഞ്ഞ തലമുറയിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെ ജീവിക്കുന്നത്, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയൊക്കെ ദൈവം കാത്തു പരിപാലിക്കണം എന്നോട് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഹല്ലേലൂയ. ശത്രുവായി പിശാചവരെ തൊടുവാനോ കാണുവാനോ അനുവദിക്കാതെ വണ്ണം ദൈവമേ വിരിക്കപ്പെട്ട ചിറകിൻ്റെ കീഴിൽ ഞങ്ങളെ കുഞ്ഞുങ്ങളെയൊക്കെ സംരക്ഷിക്കണമേ കർത്താവെ. ഞങ്ങളൊക്കെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്നതിൻ്റെ പരിമിതികളുണ്ട് കർത്താവെ. എന്നാൽ ദൈവമേ, നിൻ്റെ കർത്താവ് അദൃശ്യമേറെ കരം ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മേലുണ്ടാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. നിനക്ക് ഹിതകരമല്ലാത്തൊന്നിലും കടന്നു പോകാൻ അനുവദിക്കാതെ വേണം ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയൊക്കെ ദൈവം സംരക്ഷിക്കണമേ. ആപത്തിൽ നിന്ന് അനർത്ഥങ്ങളിൽ നിന്ന് വിടുവിക്കണമേ. വിശേഷാൽ പരീക്ഷ എഴുതുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളുണ്ട് കർത്താവെ. ആ കുഞ്ഞുങ്ങൾക്കൊക്കെ പഠിപ്പാൻ ബുദ്ധി കൊടുത്ത് കർത്താവെ നല്ല രീതിയിൽ പരീക്ഷ എഴുതുവാനിടയാക്കണമേ. 10ാം ക്ലാസ്സിലും മറ്റു ക്ലാസ്സുകളിലൊക്കെ പരീക്ഷ എഴുതുന്ന കുഞ്ഞുങ്ങളുണ്ട് കർത്താവെ. കുഞ്ഞുങ്ങൾക്കൊക്കെ നല്ല ഓർമ്മശക്തി കൊടുക്കണമേ. പഠിച്ച കാര്യങ്ങളൊക്കെ കർത്താവെ നന്നായി ഓർത്ത് പരീക്ഷ എഴുതുവാൻ കുഞ്ഞുങ്ങളെ സഹായിക്കണമേ. അവർക്ക് നല്ല ഭാവി കൊടുത്ത് ദൈവം മാനിക്കണമെന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. അവരെല്ലാം ക്രിസ്തുവിൽ പ്രസിദ്ധരായി തീരുവാൻ ദൈവം ഇടയാക്കണമെന്നങ്ങോട്ട് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഈ പ്രഭാതത്തിൽ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ. എല്ലാ കുഞ്ഞുങ്ങളിലും ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാകണമേ. വിശേഷാൽ കർത്താവെ, നിൻ്റെ വചനവുമായി കടന്നു പോകുന്ന ദൈവദാസന്മാർക്കായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അവരുടെ കുടുംബങ്ങൾക്കായി സ്തോത്രം, അവരുടെ തലമുറകൾക്കായി സ്തോത്രം. അവരുടെ വാഹനങ്ങളെ ദൈവം മുദ്രയിടണമെന്നോട് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവർ വീതിയിലൂടെ സഞ്ചരിക്കുമ്പോൾ മുൻപും പിൻപും ഇടവും വലവും ദൈവത്തിൻ്റെ ദൂതന്മാരുടെ സാന്നിധ്യം ഉണ്ടാകണമേ കർത്താവെ. അവർ കടന്നു പോകുന്ന മീറ്റിങ്ങിലൊക്കെ ദൈവത്തിൻ്റെ കൃപ സാന്നിധ്യം കൂടെ ഇരിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട നല്ല മീറ്റിങ്ങുകൾക്കൊക്കെ കർത്താവെ ദൈവദാസന്മാർക്ക് ദൈവം പകർന്നു കൊടുക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ പ്രഭാതത്തിൽ അവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ. അങ്ങനെ ഞങ്ങളോട് പ്രാർത്ഥന അപേക്ഷിച്ചിരിക്കുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട് കർത്താവെ. അവർക്കൊക്കെ സൗഖ്യം, വിടുതലും ആശ്വാസവും ഒക്കെ ദൈവം പകരണമേ കർത്താവെ. തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ വേർപാട് മുഖാന്തരം ദുഃഖത്തോടും നിരാശയോടും കൂടെ ആയിരിക്കുന്ന വിലാപ ഭവനങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു, പ്രാർത്ഥിക്കുന്നു. എൻ്റെ ദൈവമേ, അവർക്കൊക്കെ ആശ്വാസം കൊടുക്കണമേ. നിൻ്റെ വചനത്താൽ അവരെ ആശ്വസിപ്പിക്കണമെന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ വചനമയച്ച് അവരെ വിടുവിക്കണമേ, സൗഖ്യമാക്കണമേ, ആശ്വാസം ദൈവം പകർന്നു കൊടുക്കണമെന്നങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. നിരാശപ്പെടുവാൻ അനുവദിക്കാതെ പ്രത്യാശയോടെ ജീവിപ്പാൻ അവരെയൊക്കെ ദൈവം സഹായിക്കണമെന്നങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. ഈ പ്രഭാതത്തിൽ കർത്താവ് അല്പസമയങ്ങൾ നിൻ്റെ സന്നിധിയിൽ നിൽക്കുവാൻ ദൈവം ഞങ്ങൾക്ക് ഭാഗ്യം നൽകി തന്നല്ലോ കർത്താവ്. നിൻ്റെ സന്നിധിയിൽ നേരോടെ വിശ്വസ്തയോടെ ജീവിപ്പാൻ ഞങ്ങളെല്ലാവരെയും ദൈവം സഹായിക്കണമെന്നങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. സ്വർഗം ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായ സ്തോത്രം. യേശുവിൻ ധന്യനാമത്തിൽ തന്നെ ആമേൻ.